പ്രതിസന്ധികളാണ് നമുക്ക് വളരാനുള്ള ഏറ്റവും മികച്ച പാഠങ്ങൾ നൽകുന്നത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഏവർക്കും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിസ് എഡ്യൂകണക്ട്, മെഡിട്രീന ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. ഒരു കാലഘട്ടത്തിൽ മലയാള ചലച്ചിത്ര ഗാന ശാഖ നാടിൻ്റെ പ്രകൃതിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ചില ഇതിഹാസങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയെയും അനാവരണം ചെയ്തിരുന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നുവെന്ന ഗാനത്തിൽ കേരളത്തിൻ്റെ കഥകളിയിലെ പ്രമുഖരായ നിരവധി ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഗുരു ചെങ്ങന്നൂരിനെക്കുറിച്ച്, ഹരിപ്പാട് രാമകൃഷ്ണനെക്കുറിച്ചൊക്കെ. ഒരു കല മറ്റൊന്നിനോട് വല്ലാതെ കണ്ട് ഇഴകീറി അടുപ്പം സ്ഥാപിക്കുമ്പോഴാണ് ഈ പരസ്പര പൂരകത്വം പൂർണ്ണമാകുന്നത്. സ്വാഗതം ഈ വിജ്ഞാന പൂരണ പ്രക്രിയയിലേക്ക്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിസ് എഡ്യൂകണക്ട്, ബ്രില്യൻറ്റ് പാല ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ്. ഞാൻ ഈ ഹരിപ്പാട് രാമകൃഷ്ണൻ വലലനായി എന്ന ഗാനം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരാൻ കാരണം ഈ ദിവസം ഹരിപ്പാട് നിന്നെത്തുന്ന ഒരു യുവ അഭിഭാഷകനാണ് എന്നതുകൊണ്ടാണ്. ശ്രീ വിവേക്, ഹരിപ്പാട് നിന്നെത്തുന്ന അഡ്വക്കേറ്റ് വിവേകിനെ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യാം അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക്. ഹലോ. ഹലോ സാർ. വിവേക് സന്നദ്ധൊക്കെ എടുത്തു, എൻറോൾ ചെയ്തു, പ്രാക്ടീസും തുടങ്ങി. അതുകൊണ്ട് തന്നെ നല്ല ബോൾഡായി സംസാരിക്കണം. ശ്രമിക്കാം. ഒരു വളരെ ഈ മാൻപേടയെപ്പോലെ ഇങ്ങനെ അരണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കുസൃതിയുമാകാം. ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ എന്തുണ്ട്? വേറെ വായിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം നിലവിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഈ ഇടയ്ക്ക് വായിച്ചവയിൽ സാപ്പിയൻസ് ഇഷ്ടമാണ്. ഹോമോ ഡ്യൂസ് ഇഷ്ടമാണ്. 21 Lessons of the 21st Century അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ ഇഷ്ടം. The Monk Who Sold a Ferrari വായിച്ചിട്ടില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അശ്വമേധം കാണാറുണ്ട്. എല്ലാ സീസൺസും കണ്ടിട്ടുണ്ട്. എല്ലാ സീസൺസും ഇൻ ദ സെൻസ് ആദ്യത്തേത് കണ്ടിട്ടില്ല. ആദ്യത്തേത് ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിൽ ചില എപ്പിസോഡ്. ആദ്യത്തെ സീസൺ തുടങ്ങിയത് മുതൽ 13,000-ഓളം എപ്പിസോഡുകളായല്ലോ. ഉണ്ട്. എനിക്ക് തോന്നുന്നു 2001 അശ്വമേധം തുടങ്ങുമ്പോൾ ഒരു വയസ്സാണ് വിവേകിന്. അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ. അന്ന് അശ്വമേധം തുടങ്ങുമ്പോൾ ഒരു വയസ്സുള്ള കുട്ടി ഇപ്പോൾ അഭിഭാഷകനായി പങ്കെടുക്കാനെത്തുമ്പോഴും അശ്വമേധം ഉണ്ട്. എത്ര ആളുകൾ ഇങ്ങനെ മാറിപ്പോയി. ബാബു ഭരദ്വാജ് മുതലുള്ള ജൂറി അംഗങ്ങൾ, ആദ്യത്തെ സിജ എന്ന അവതാരകം മുതൽ അനീഷ വരെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും അച്ഛനും അമ്മയും. അവരൊക്കെ അധ്യാപകരാണോ? അല്ല, ഒറ്റ മകനാണ്. അതെ. പഠിച്ചതൊക്കെ? ഞാൻ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്തായിരുന്നു LLB പഠിച്ചത്. ട്രിവാൻഡ്രത്താണ് പഠിച്ചത്? അതെ. പിന്നെ ഡിഗ്രി പഠിച്ചത് 5 ഇയർ കോഴ്സ് ആയിരുന്നു. അല്ല, 3 ഇയർ കോഴ്സ്. ഡിഗ്രി പഠിച്ചത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് FMN-ലാണ്. അപ്പോൾ ഹരിപ്പാടാണ് വീടെങ്കിലും കൊല്ലത്തും പിന്നെ തിരുവനന്തപുരത്തുമാണ് പഠിച്ചത്. ഈ പത്തനംതിട്ടയിൽ മാത്രമേ തെക്കൻ കേരളത്തിൽ പഠിക്കാനുള്ളൂ. അതെ. എവിടെയോ ഒരു പ്രണയം ഒളിച്ചു കളിക്കുന്നുണ്ടല്ലോ മുഖത്ത്. ഇല്ല എന്ന് പറയുന്നത് അവർ കേൾക്കും. അവർ ടി വിയിലൊക്കെ പ്രോഗ്രാം കാണുമ്പോൾ കേൾക്കും. അപ്പോൾ എന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞെന്നൊക്കെ അവർ ചിന്തിക്കും. ഇല്ല. അല്ല, എന്നോട് സ്വകാര്യമായി നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അയ്യോ. അപ്പോൾ ആരംഭിച്ചാലോ വിവേക്? ആരംഭിക്കാം. ആദ്യ സോൺ എളുപ്പമുള്ളതാണ്, പ്രയാസമൊന്നുമില്ല. വിവേകിനെ പോലെ ഒരു ക്യുസാഡിന് പിന്നെ അതിലൊട്ടും പരിഭ്രമം വേണ്ട. ആദ്യ മേഖലയിലേക്ക് വിവേകിനോടൊപ്പം മിടുക്കനായ ഈ യുവ അഭിഭാഷകനൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. വിവേക് കണ്ടെത്തേണ്ട ഉത്തരത്തിലേക്ക് വിവേകിനെ നയിക്കുന്നത് ഒന്നാമത്തെ സൂചന ഇതാ ഇങ്ങനെ.
മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും കുട്ടിപ്പാറു അമ്മയുടെയും മകനായി 1878 ഒക്ടോബർ 16 ജനനം. നെക്സ്റ്റ് ക്ലൂയിലേക്ക്. 1915 കേരളോദയത്തിൻ്റെ പത്രാധിപ സമിതിയിൽ പ്രവർത്തിച്ചു. നെക്സ്റ്റ് ക്ലൂ. 1927 ചെന്നൈ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലും 1928 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിലും പങ്കെടുത്തു. ഗോ ഫോർ നെക്സ്റ്റ് ക്ലൂ. കവി തിലകൻ, കവി സാർവഭൗമ, കേരള വാത്മീകി എന്നൊക്കെ അറിയപ്പെട്ടു. കേരള വാത്മീകി. അടുത്ത ക്ലൂ വേണമെങ്കിൽ വളരെ പ്രശസ്തമായ ഒരു കവിത തന്നെ തരാം. ഭാഷയുള്ളിടത്തോളം കാലം മലയാളിക്ക് അത്രമേൽ പരിചിതമായ ആ വരികൾ. ഉറക്കെ പറഞ്ഞോളൂ. വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥനാണ് നമ്മൾ ഈ കേട്ടത്. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും ഭഗവാൻ കൃഷ്ണൻ്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഗന്ധിദേവൻ്റെ ദയാവായ്പും ഒത്തുചേർന്നൊരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലെങ്കിൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ്. വള്ളത്തോൾ 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നത് ഒരുപക്ഷെ പുതിയ അറിവായിരിക്കും അല്ലേ? കേരള വാൽമീകിയിൽ ബുദ്ധിമുട്ട് വരേണ്ടതല്ല, അത് പറയേണ്ടതാണ്. അതുപോലെ കവി സാർവഭൗമൻ എന്നതിലും എനിക്ക് തോന്നി പറയുമെന്ന് വിചാരിച്ചു. അത് ആവശ്യമില്ലാതെ ടെൻഷൻ കൊണ്ട് പറയാതെ പോയതാണ്. കുഴപ്പമില്ല. എനിഹൗ കൺഗ്രാജുലേഷൻസ്. അർഹത നേടിയിരിക്കുന്നു താങ്കൾ അശ്വമേധത്തിൽ മത്സരിക്കാൻ. അനീഷ പ്ലീസ്. പ്രയാസമുള്ള ആളുകളെക്കുറിച്ചും സംഗതികളെക്കുറിച്ചും അല്ല സൂചന തരുന്നത്. സൂചന ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആകാം. അതാണല്ലോ അതിൻ്റെ ഒരു രസം അല്ലേ? ചില പുതിയ കാര്യങ്ങൾ, എല്ലാവർക്കും അറിയാവുന്നതിനെക്കുറിച്ച് ചില പുതിയ കാര്യങ്ങൾ ആളുകളോട് പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ലേ പ്രധാനം. പണ്ടൊരു എപ്പിസോഡിൽ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, APJ അബ്ദുൽ കലാമിനെ കുറിച്ച് സൂചന കൊടുത്തപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ശാസ്ത്രദിനം, ഒപ്പം ഒഡീഷയിലെ വീലർ ഐലൻഡ്, ഇതൊക്കെ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് എന്നുള്ളത് പുതിയ അറിവായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചില പുതിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഈ റൗണ്ട് ഉപകരിക്കുന്നുണ്ട്. ജൂറി, ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. ഓൾ ദി ബെസ്റ്റ്. യാഗം. താങ്കൾ വിചാരിച്ച വ്യക്തി പുരുഷൻ? അതെ. ഇന്ത്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? സിറ്റിസൺ ആണോ അതോ എത്നിസിറ്റി ആണോ? എത്നിസിറ്റി അല്ല. അയാളുടെ പ്രധാനമായി അയാൾ അറിയപ്പെടുന്നത് ഏത് രാജ്യം, ഏത് നാട്ടിൽ? യൂറോപ്യൻ അല്ല. യൂറോപ്യൻ അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? യെസ്. അപ്പോൾ ഏറെ എന്തോ എത്നിക് കണക്ഷനുള്ള ഒരു അമേരിക്കനാണ്. നോക്കാം. രാഷ്ട്രീയം, കലാസാഹിത്യം ഇതിലൊന്നും അല്ല. ഓ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന്. ഞാൻ വിചാരിച്ച വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനോ കലാകാരനോ. അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ മേഖല രാഷ്ട്രീയം, കല, സാഹിത്യം, ഇതിലേതെങ്കിലും ഒന്നാണോ? ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ബട്ട് ഈ പുള്ളി ഒരു കലാകാരനോ കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, ആ കണക്ഷൻ അല്ലല്ലോ അദ്ദേഹത്തിന് പ്രശസ്തിക്ക് കാരണം. അതാണൊരു അല്ല, കണക്ഷൻ ഉള്ളതിൽ കാര്യമില്ല. അത് നോ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണം ഈ രാഷ്ട്രീയം, കലാ, സാഹിത്യവുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഒന്നും അല്ലല്ലോ. അല്ല. പ്രശസ്തിയിലൊരു പങ്ക് ഇതിലുണ്ട്. അല്ല.
ആ ഉത്തരം ശരിയല്ല. ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തന്നെ കൊടുക്കും. അല്ല, അപ്പോൾ നോ. നോ അല്ല. പ്രശസ്തിക്ക് നമ്മൾ ഈ പേര് എടുക്കാൻ കാരണം എന്താണ് എന്നുള്ളതാണ്. ഈ പേര് വരാൻ കാരണം ഈ പറഞ്ഞ 3 മേഖലകളിൽ നിന്നുള്ളത് കൊണ്ട് തന്നെയാണോ? ഈ 3 മേഖലകളിൽ ഒന്നുമായിട്ടാണ് പുള്ളി അവരൊറ്റ അറിയപ്പെടുന്നത്. കാരണം കൊണ്ട് അറിയപ്പെടുക. അതാണ് ചോദിച്ചത്. പക്ഷേ ഈ പുള്ളി കലാകാരനോ അല്ലല്ല, രാഷ്ട്രീയക്കാരനോ അങ്ങനെ അത് പറയണ്ട. അവരൊറ്റ താങ്ക് യു. ഒരു കണക്ഷൻ ഉണ്ട്, അതേ ഉള്ളൂ. ആ കണക്ഷനാണോ അയാളുടെ പ്രധാന പ്രശസ്തി? അതെ അതെ. അപ്പോൾ രാഷ്ട്രീയം, കലാസാഹിത്യം ഇതിലൊന്നുമായി ബന്ധമുള്ളത് തന്നെയാണ്. ഓക്കെ ഫൈൻ. പക്ഷേ കലാകാരനോ സാഹിത്യകാരനോ ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയമാണ് അല്ല. അപ്പോൾ എന്നെ വഴിതെറ്റിക്കാൻ പറഞ്ഞതാണോ? കലയുമായി ബന്ധപ്പെട്ടാണോ പ്രധാന പ്രശസ്തി? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. കലാകാരനല്ല എന്നാണ് പറഞ്ഞത്. കലയുമായി ഓക്കെ. വാസ് എ ട്രേഡ്സ്മാൻ ഓഫ് ആർട്ട്. കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്ന ഒരു ബിസിനസ്മാനാണോ? അല്ല. ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണോ പ്രശസ്തി? യെസ്. കലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച ആളാണോ? അല്ല. 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 സിനിമാറ്റോഗ്രാഫിയുമായും കലയുമായും ഒന്നും ബന്ധപ്പെട്ട ഒന്നും കണ്ടുപിടിച്ച ആളൊന്നും അല്ല. ഒന്നുമില്ല. ഉറപ്പാണ്? ഉറപ്പാ. പക്ഷേ ഫിലിം ഇൻഡസ്ട്രി ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബസ് എന്നാണ് പറഞ്ഞത്. ബന്ധമുണ്ട്. ഫിലിം ഇൻഡസ്ട്രി പ്രശസ്തിക്ക് കാരണം അത് തന്നെയാണ്. അത് തന്നെയാണ്. 1950 ശേഷം വരണം. അതെ. ഡെത്ത് ആഫ്റ്റർ 1950. ആൻസർ അതെ. അതെ. ആഫ്റ്റർ 1950 അല്ലേ? ആയിരിക്കും സർ. സിനിമയുമായി ബന്ധപ്പെട്ടാണെന്നല്ലേ പറഞ്ഞത്? സിനിമ അതിനകത്തൊരു ഭാഗം മാത്രമാണ്. എന്തായാലും 20ാം നൂറ്റാണ്ടിന്റെ പകുതി പിന്നിട്ടതിന് ശേഷമായിരിക്കും സിനിമ ബന്ധപ്പെട്ടായത്. സോറി 1950 മുന്നെയാണ്. ബിഫോർ 1950. യെസ്. 900 ശേഷം. അതെ. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മരിച്ച. അത് വേണ്ടായിരുന്നു. 20ാം നൂറ്റാണ്ട് സിനിമയുമായി കണക്റ്റഡ് ഫെയിം എന്ന് പറയുമ്പോൾ എന്തായാലും 20ാം നൂറ്റാണ്ടിൽ ചോദിക്കേണ്ട കാര്യമില്ല. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മരിച്ച മറ്റേതോ ഒരു എത്നിസിറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു അമേരിക്കക്കാരൻ കലയുമായി ബന്ധപ്പെട്ട പ്രശസ്തിയാണ്. കലാകാരനല്ല എന്ന് താങ്കൾ ഇങ്ങോട്ട് ആവശ്യമില്ലാതെ പറഞ്ഞു തന്നതുകൊണ്ട് അയാളൊരു പെർഫോമർ അല്ല എന്നുള്ള ആശയം കിട്ടി. പക്ഷേ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ മുഖം എല്ലാ വർഷവും അക്കാഡമി ഹാളിൽ വെച്ച് കൈകൾ ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ ലോകമെമ്പാടുമുള്ള ഏറ്റവും മഹാന്മാരായ ചലച്ചിത്ര കലാകാരന്മാർ ഏറ്റുവാങ്ങാറുണ്ടോ? ഇല്ല. 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 അങ്കിൾ ഓസ്കാർ അല്ല. അല്ല. ഫിലിം ഇൻഡസ്ട്രി ആസ് എ ജനറൽ കണക്റ്റഡ് ആയ ഒരാളാണോ അതോ ഒരു പർട്ടിക്കുലർ സിനിമ അങ്ങനെ കണക്ഷൻ ഉള്ളതാണോ? ജനറലി എല്ലാ സിനിമകളുമായും കണക്റ്റഡ് ആയ ആളാണോ? ജനറലി എല്ലാ സിനിമ എന്നും പറയാൻ പറ്റത്തില്ല. സ്പെസിഫിക് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതല്ല, ഒരു പർട്ടിക്കുലർ ക്രിയേഷനുമായി ബന്ധപ്പെട്ടാണ്. യെസ്. നോട്ട് ലൈക്ക് ഓസ്കാർ അതുപോലെ അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയ. അല്ല, കലാകാരനല്ല എന്ന് താങ്കൾക്ക് 100% ഡിസ്കാർഡ് ചെയ്യുന്നു അല്ലേ? ഒരാൾ ശബ്ദം പകർന്നാലും അത് കലാകാരനാണ് കേട്ടോ. വോയിസ് ആർട്ടിസ്റ്റാണ് ശബ്ദം പകരുന്നത്. അത് ക്വസ്റ്റ്യൻ ആണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് താങ്കളോട് കലാകാരനല്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണല്ലോ. അതെ. തെറ്റ് പറയരുത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ക്യാരക്ടറൈസ്ഡ് ആയതാണോ അദ്ദേഹം? ഒരു കഥാപാത്ര നിർമ്മിതിക്ക് അദ്ദേഹം കാരണമായിട്ടുണ്ടോ? ഉണ്ട്. ക്രൈം ഫിക്ഷനാണോ അത്? അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും എലമെന്റ്സ് ഉണ്ട്. ഇല്ല, ക്രൈം ഫിക്ഷൻ അല്ല. ക്രൈം ഫിക്ഷൻ എന്ന് പറയാനേ സാധിക്കില്ല. അല്ല, ക്രൈം ഫിക്ഷൻ നമുക്ക് പറയാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ബ്രിട്ടനിൽ കോനൻ ഡോയിൽ ഷെർലക് ഹോംസ് ഉണ്ടാക്കിയത് ഡോക്ടർ ജോസഫ് ബെൽ എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ് ഷെർലക് ഹോംസ് എന്ന ക്യാരക്ടർ. അതുപോലെ ഒരു അത്തരമൊരു ക്രൈം ഫിക്ഷന്റെ
ഡിറ്റക്റ്റീവിന് ഇൻവെസ്റ്റിഗേറ്ററിന് കാരണക്കാരനായ റിയൽ ലൈഫ് മാൻ ആണ്. ഈസ് കറക്റ്റ്. ആ പറഞ്ഞ കൃത്യം തന്നെ ശരിയാണ്. ക്രൈം അല്ല. അപ്പോൾ ഇതാണ്, അപ്പോൾ സംഗതി ഇതാണ്. അദ്ദേഹത്തിൻ്റെ കലയുമായുള്ള ബന്ധമെന്ന് പറയുന്നത് പ്രശസ്തമായ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ക്യാരക്ടർ രൂപീകരിക്കുന്നതിന് ഇയാൾ കാരണമായി എന്നുള്ളത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അല്ല, അതാണ് നമ്മൾ എത്തിയ നിഗമനം. ഓക്കെ. അത് പക്ഷേ ഒരു ക്രൈം ഫിക്ഷൻ അല്ല എന്നുള്ളതാണ് നമ്മൾ എത്തിച്ചേർന്നത്. അല്ല. അഡ്വഞ്ചറസ് ക്യാരക്ടറാണോ? ഒരു സാഹസികതയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ആ ക്യാരക്ടറിനെ അഭിനയിച്ച നടൻ റൊവാൻ ആറ്റ്കിൻസൺ ആണോ? അല്ല. റൊവാൻ ആറ്റ്കിൻസൺ അറിയാലോ, മിസ്റ്റർ ബി. ഡിസ്നി ക്രിയേഷൻസ് പോലെ അനിമേഷനോ അനിമേറ്റഡ് ക്യാരക്ടേഴ്സ് വല്ലതും ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കഴിഞ്ഞു, ചോദ്യം കഴിഞ്ഞു. ഓക്കെ. നീ ചോദ്യങ്ങളില്ല, പറയൂ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. മനസ്സിൽ വിചാരിച്ചത് ഫ്രാങ്ക് റോക്കി ഫിഗൽ, പൊപ്പോയ്. ഇയാളൊരു ഇതായിരുന്നു, സെയിലറോ അങ്ങനെ എന്തോ ആയിരുന്നില്ലേ? അത് പൊപ്പോയ് ദ സെയിലർ. പക്ഷേ ഹി വാസ് എ ലേബറർ. പിന്നെ അതേപോലെ ബാർട്ടൻഡർ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഫിസിക്കൽ ഫീച്ചറും ആ പൈപ്പ് സ്മോക്ക് ചെയ്യുന്നതും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈസി സീഗർ ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തുന്നത്. സോ ഞാൻ വിചാരിച്ചത് കൺഫ്യൂഷൻ വന്നത് ഞാൻ 1950 ശേഷം എന്നുള്ള ഞാൻ ആ ഒരു രീതിയിലാണ് അത് അങ്ങനെ പറഞ്ഞത്. സേഗലൊക്കെ മനസ്സിൽ പോയി, സേഗലെല്ലാം മനസ്സിൽ പോയി, പക്ഷെ കലാകാരനല്ല, റൈറ്ററല്ല, ക്രിയേറ്റർ അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ഇപ്പം ഇദ്ദേഹം ഫ്രാങ്ക് റോക്കി ഫിഗൽ എന്ന് പറയുന്നത്. ഫ്രാങ്ക് റോക്കി ഫിഗൽ. ഈ ക്രൈം എന്ന് അതുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറയാൻ കാര്യം ഇദ്ദേഹം ഒരു സ്ട്രീറ്റ് ഫൈറ്ററൂടെ ആയിരുന്നു. ആര്? ഈ പൊപ്പോയ് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ. അപ്പോൾ ദേർ ഇസ് എ ക്രൈം. ഇദ്ദേഹം ഇൻ റിയൽ ലൈഫും അങ്ങനത്തെ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇയാൾക്ക് കുട്ടികളെ ഇഷ്ടമായിരുന്നു. ഫ്രാങ്ക് ഫിഗൽ അല്ലേ? അപ്പോൾ ഇദ്ദേഹം കുട്ടികൾക്ക് മിഠായികൾ കൊടുക്കുമായിരുന്നു എന്നാ പോലും. അപ്പോൾ അങ്ങനെ അതിൽ ഒരു മിഠായി വാങ്ങിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സിഗൽ അതിലൊരു കുട്ടിയാണ്. ഇദ്ദേഹത്തിന് ഇന്ന് മിഠായി വാങ്ങിയ ഒരു കുട്ടിയാണ്. ഇദ്ദേഹം ഒരു കാർട്ടൂൺ സെഗല് കുട്ടിയായിരുന്നപ്പോൾ ഈ കക്ഷിയുടെ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സെഗല് പോപ്പയെ സൃഷ്ടിച്ചപ്പോൾ ഇയാളുടെ മുഖം കൊടുത്തത് ഇൻസ്പിറേഷൻ. അത് ശരി, അത് കൊള്ളാം കേട്ടോ, അതിന് ഇഷ്ടപ്പെട്ടു. ഫ്രാങ്ക് റോക്കി ഫീഗൽ, പോപ്പൈ ദി സെയിലർമാൻ എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന് പ്രചോദനമായ വ്യക്തി. പോളണ്ടിൽ ജനിച്ച ഫ്രാങ്ക് റോക്കി ഫീഗൽ കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറി. കഠിനാധ്വാനിയായ ഒരു തൊഴിലാളിയായിരുന്ന ഫ്രാങ്ക് റോക്കി ഫീഗൽ പലപ്പോഴും വഴക്കുകളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. എന്നാൽ കുട്ടികളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്ന ഫ്രാങ്ക് റോക്കി ഫീഗൽ അവർക്ക് മിഠായിയും മറ്റും നൽകാറുണ്ടായിരുന്നു. പോപ്പയുടെ സൃഷ്ടാവായ ഈസി സെഗാർ ഫ്രാങ്ക് റോക്കി ഫിഗലിന്റെ കൈകളിൽ നിന്നും മിഠായികൾ ലഭിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നീട് 1929 കാർട്ടൂണിസ്റ്റ് എൽസി ക്രിസ്ലർ സെഗാർ ഒറ്റക്കണ്ണുള്ള, എപ്പോഴും പൈപ്പ് വലിക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന താടിയുള്ള, അസാധാരണ ശക്തിയും പോരാട്ട പ്രവണതയും ഉണ്ടായിരുന്ന ചീരപ്രേമിയായ ഒരു നാവികന്റെ രൂപത്തിന് ഫ്രാങ്ക് റോക്കി ഫിഗലിനെ പോപ്പയായി ആവിഷ്കരിക്കുകയായിരുന്നു. അനീഷ പ്ലീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു വിവേക്. അപ്പോൾ ഇത് ക്വിസ് മത്സരങ്ങളുടെ പരിചയസമ്പത്താണ് ഇവിടെ വിനിയോഗിച്ചത്. എനിക്കതൊരു പുതിയ ഇൻഫർമേഷൻ കൂടിയാണ്. അശ്വമേധത്തിൽ മത്സരാർത്ഥികൾ വിചാരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈഗതം ബുക്സിനു വേണ്ടി ഈ 100 എപ്പിസോഡ്, ആദ്യത്തെ 100 എപ്പിസോഡിലെ മനസ്സിലൊളിപ്പിച്ച പേരുകൾ എന്ന് പറഞ്ഞ ആ വ്യക്തികളെക്കുറിച്ചുള്ള ഒരു പുസ്തകം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ. തീർച്ചയായും ആ പുസ്തകത്തിൻ്റെ അവസാന വട്ടപ്പണിയിലാണ്. അതിലേറ്റവും പ്രോമിനൻ്റായി ഉൾപ്പെടുത്തുന്നത് ഫ്രാങ്ക് ഫീഗൽ അല്ലേ? ഫ്രാങ്ക് റോക്കി ഫീഗലിനെ കുറിച്ചായിരിക്കും ഞാൻ പഠിക്കാൻ വന്നതിനെക്കുറിച്ച്. സന്തോഷം. വിവേക്, മനസ്സിലോർമ്മിച്ചത് ലോകത്തിൽ എല്ലാവർക്കും ഏറെ പരിചിതമായ പോപ്പേ എന്ന ക്യാരക്ടറിൻ്റെ വടിക്കോൾ അനിമേഷൻ അല്ലെങ്കിൽ കാർട്ടൂൺ എന്നൊക്കെ പറയാവുന്ന സ്വഭാവത്തിലുള്ള കഥാപാത്രത്തിൻ്റെ രൂപഘടനയ്ക്ക് അതിൻ്റെ സൃഷ്ടികർത്താവായ സെഗലിനെ സ്വാധീനിച്ച റിയൽ ലൈഫ് പേഴ്സണാലിറ്റിയാണ് റോക്കി, ഫ്രാങ്ക് റോക്കി ഫീഗൽ. അങ്ങനെയല്ലേ? ഗംഭീരമായ പെർഫോമൻസ് വിവേക്. അഭിഭാഷകനാണ്,
കുറച്ചുകൂടി നല്ല ബോൾഡായി സംസാരിക്കണം കേട്ടോ. ഒപ്പം നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ പുഞ്ചിരിയുടെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഓക്കെ. വിവേകിനെ പോലെ നമുക്കും കൂടുതൽ കൂടുതൽ അറിവുകൾ സ്വന്തമാക്കാനും വിവേകം ജീവിതത്തിൻ്റെ ശീലമാക്കാനും ശ്രമിക്കാം. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in